ഹലോ, അസ്സാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാന് ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീട്ടു ചെലവുകളൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് എങ്ങനെ പണം സേവ് ചെയ്യാം, ഞാൻ ചെയ്യണ കുറച്ച് ടിപ്സ്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്നും പറയുന്ന പോലത്തെ തന്നെ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യും. എനിക്ക് നിങ്ങളെ മുന്നിൽ വന്നിട്ട് പറയാനുള്ള ഒരു ഇതില്ല. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് ഏറ്റവും കംഫർട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കാണും. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിനുമായിട്ട് ഒരു 10 സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 10 സൂത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾക്കനുസരിച്ച് അന്നന്നത്തെ മെനു പ്ലാൻ ചെയ്യാന്നാണ് കേട്ടോ. കിച്ചണിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കുറച്ചുകൂടി വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കി, അതിന്റെ കുറച്ച് മാവുണ്ട്, അത് ഫ്രിഡ്ജിൽ കയറ്റി. നാളെ പുട്ടുണ്ടാക്കി, അതിന് ഫുള്ളായിട്ട് പുട്ടിന് മാവ് വേണ്ടിയൊന്നുമില്ല, ബാക്കി പുട്ടിന് ഉതിർത്ത കുറച്ച് മാവ് അതും ഫ്രിഡ്ജിക്ക്. ഇങ്ങനെ 3-4 ദിവസത്തത് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു. പാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഫ്രിഡ്ജിൽ വരുന്നു. പിന്നീട് നമ്മള് ഇതിപ്പോ ഫ്രിഡ്ജിക്ക് ഒഴിവാക്കാൻ ചിലപ്പോൾ സ്ഥലമില്ലാതെ ആവുമ്പോഴും അതിന് ഇതിൽ വെക്കാൻ വേറെ പാത്രങ്ങൾ ഇല്ലാതെ ആയി വരുമ്പോഴുമാണ് നമ്മൾ ഈ ഫ്രിഡ്ജ് ഒന്ന് ഡീക്ലട്ടർ ചെയ്യുന്ന കാര്യം ആലോചിച്ചത്. അപ്പൊ അതിന്ന് ഓരോന്നോ സാധനം എടുത്ത് നോക്കുമ്പോഴത്തേന് ഈ വെച്ചതൊക്കെ ചിലപ്പോൾ അതിന്റെ കാലാവധി കഴിഞ്ഞ് കേട് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് എന്താ നമുക്ക് ഉപകാരം ഉണ്ടായത്? ഒരു ഉപകാരം ഉണ്ടായില്ല. ലാസ്റ്റ് അത് വീണ്ടും നമ്മൾ വേസ്റ്റ്ക്ക് തട്ടേണ്ടി വന്നു. എനിക്ക് എപ്പോഴും വരുന്നൊരു സംഗതിയാണ് കേട്ടോ അത്. അപ്പൊ ഞാൻ എന്താ ചെയ്യല് വെച്ചെങ്കില് ഈ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോ ഇതെല്ലാം പാടെ വെച്ചിട്ട് ചിലപ്പോ ചില ദിവസത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു മിക്സ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാറ് കേട്ടോ. കുറച്ച് അപ്പം ഉണ്ടാവും, കുറച്ച് പുട്ടുണ്ടാവും, കുറച്ച് ചപ്പാത്തിന്റെ ബാക്കിയുള്ളത് ചുട്ടെടുത്തത് ഉണ്ടാവും. അപ്പൊ ഇതേപോലെ 2-3 ദിവസമൊക്കെ വെക്കുമ്പോ പിന്നെ ഞാൻ അത് വെച്ചിട്ടൊരു ഇതാക്കും. ചില ദിവസം ഒരു 3 ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. കുറേശ്ശെ ബാക്കിയുള്ളത് അങ്ങനെ തീർക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില ദിവസം ഇപ്പൊ ഇന്നത്തെ ദോശമാവ് കുറച്ച് ബാക്കി അതിൽ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പലപ്പോഴും അതൊരു ദിവസത്തിന് ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കാൻ മടിച്ചു. അപ്പൊ ഞാൻ ചെയ്യണം എന്താ വെച്ചെങ്കിൽ ആ ദോശമാവ് ഉള്ളത് കുറച്ചെടുക്കും. ബാക്കിക്ക് വേറെ എന്തെങ്കിലും അത് തികയാത്ത വരുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഫില്ലാക്കാൻ വേറെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റോ കൂടി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു 2 ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഡെയിലി ഒന്നും ഇപ്പൊ ഈ പറയുന്ന പോലെ ഫ്രിഡ്ജിക്ക് വെക്കലൊന്നുമില്ല. ഞാൻ ഒരുവിധക്ക് ഞാൻ കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. പക്ഷെ ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരുപോലെ ആവൂല. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മള് ചിലപ്പോ എല്ലാവരും ഒരേപോലെ ക്വാണ്ടിറ്റി എല്ലാ ദിവസവും ഒന്നും കഴിച്ചോളണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പിറ്റത്തെ ദിവസം അതെടുത്ത് തീർക്കലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഒരു ദിവസം ഒരു 2-3 മെനു ആക്കിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് തീർക്കും. അതുപോലെ തന്നെയാണ് കറിന്റെ കാര്യം. കറി മിക്കവാറും ദിവസം ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളത് വെക്കും. അത് മറക്കും. പിറ്റേ ദിവസം നമ്മൾ വേറെ കറി ഉണ്ടാക്കും. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച കറി കുറച്ച് ദിവസം അവിടെ കിടക്കുമ്പോൾ അത് പിന്നെ ഒന്നിനും പറ്റാതെ ആയി കളയേണ്ടി വരും. അപ്പൊ അതിനും ഞാൻ ഈ പറഞ്ഞ സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഞാനും ഉപയോഗിക്കല്. എന്താ വെച്ചാല് ചിലപ്പോ ഞാൻ ഉച്ചക്കുള്ള ക്വാണ്ടിറ്റി കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാദ്യം തീർത്തതിന് ശേഷം മാത്രം വൈകുന്നേരത്തിന് വേറെ കറി ഉണ്ടാക്കുക. അപ്പോൾ ഫ്രിഡ്ജിലുള്ള കറി ബാക്കി ആവൂല്ല. പിന്നെ നമുക്ക് ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉള്ളൂ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം ഒരു 2-3 വിഭവങ്ങൾ ആദ്യം ഒതുക്കുക. ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ അത്. ഇപ്പൊ ചോറിന് ഒരു 4-5 കറിയൊന്നും ഉണ്ടാക്കൂല. ഒരു കറി, ഒരു പൊരി അല്ലെങ്കിൽ ഒരു ഉപ്പേരി, ഈ ഒരു മാക്സിമം ഒരു 3 ചോറിന് ഒരു 3 വിഭവങ്ങൾ അങ്ങനെ ഉണ്ടാക്കുള്ളൂ. ഞാൻ ഒരുപാട് ഉണ്ടാക്കൂല. ഈ ഒരുപാട് ഉണ്ടാക്കേണ്ട എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഉണ്ടാക്കണതിലല്ല ഇഷ്ടം. ഉണ്ടാക്കണത് 1-2 അത് നല്ല വായിക്ക് രുചിയാക്കി വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിലാണ് ഞാൻ അധികം കോൺസെൻട്രേഷൻ ചെയ്യല്. അല്ലാതെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കണേല് ഞാൻ അധികം ശ്രദ്ധ ചെലുത്തലില്ല. പിന്നെ ഇതേപോലെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് ആയിക്കോട്ടെ ബാക്കിയുള്ളതിനൊക്കെ ആയിക്കോട്ടെ, ഈ ഓഫർ കാണുമ്പോൾ അവിടെ മൂക്കും കുത്തി വീയാണ്ടിരിക്കുക. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് എഴുതിയിട്ട് നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പോവുക. അനാവശ്യമായിട്ട് വാങ്ങി കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഓഫർ ഉള്ളത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എഴുതി വെച്ച മെനുവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വെട്ടിച്ചുരുക്കി അതൊന്ന് നമ്മൾ കുറക്കുക.
ചിലപ്പോൾ നമ്മൾ ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ വാങ്ങിച്ചതും അതേപോലെ തന്നെ ഈ ഓഫറിൽ കിട്ടിയതും ഒക്കെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പെട്ടെന്ന് ഉണ്ടാക്കി തീർത്തിട്ടില്ലെങ്കിൽ കേടന്ന് പോകുന്ന ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ അതുകൊണ്ട് എന്താ ഉപകാരം ഉണ്ടായത്? നമ്മൾ ഓഫർ കണ്ട് വാങ്ങിച്ചു എന്നല്ലാതെ അത് നമുക്ക് ഉപയോഗിക്കാനും പറ്റിയില്ല. പക്ഷെ വെജിറ്റബിൾസ് ഒന്നും അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ആവശ്യമുണ്ടോ നോക്കിയിട്ട് വാങ്ങാം. ഓഫർ കാണുമ്പോൾ പെട്ടെന്ന് ഞാനൊക്കെ ആദ്യം അങ്ങനെ തന്നെയാണ് ട്ടോ. ഈ പച്ചക്കറി കാര്യങ്ങളൊന്നും അല്ലെങ്കിലും എങ്ങടേലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കൗതുകമുള്ള സാധനം വാങ്ങുമ്പോൾ അതിങ്ങോട്ട് വാങ്ങിച്ചാനുള്ള ഒരു ത്വരേകാരം. എന്നാ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും അതിനൊരു ഉപയോഗം ഉണ്ടോ? ചിലപ്പോൾ അത് ഒന്നിനും പെടാതെ എവിടെയെങ്കിലും പൊടി പിടിച്ച് കിടക്കും. ആദ്യം എനിക്കൊക്കെ സംഭവിച്ചിരുന്നത് ഉണ്ടോ, ആ പൈസ കൊണ്ട് എന്തെങ്കിലും നമുക്ക് പ്രയോജനം ഉണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ കുറേയൊക്കെ ഞാൻ മാറ്റം വരുത്തി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, കാണുമ്പോഴുള്ള കൗതുകത്തിന് വാങ്ങാതെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ചു അത് വേണോ, അത് വാങ്ങിച്ചിട്ട് ഇപ്പൊ ഇനി എന്തിനാ, വെറുതെ മൂലൊക്കെ കൊണ്ട് ഇടാനാണോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗം ഉണ്ടോ, അല്ല എവിടെയെങ്കിലും ഒന്ന് വെച്ചത് കാണുമ്പോൾ ഒരു ഭംഗിയെങ്കിലും തോന്നാൻ എനിക്ക് പറ്റുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇതിന്റെ പല കാര്യങ്ങളും ഇപ്പൊ മാറ്റം വരുത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, വെള്ളത്തിന്റെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. വീട്ടമ്മമാർക്കൊക്കെ അത് ശ്രദ്ധിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പൈപ്പിന് ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കുക. ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് പൈപ്പിന്റെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ കൊണ്ട് ചെയ്യുക. കാരണം അത്രയും വെള്ളവും കാര്യങ്ങളും ഒക്കെ പോകും. പിന്നെ ആവശ്യമില്ലാത്ത ഫാന്, ലൈറ്റ് ഇങ്ങനത്തതൊക്കെ ഓഫ് ചെയ്തിടുക. ഇതിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചെങ്കിൽ ഈ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റൂലേ? ഇതൊക്കെ ഒന്നോ രണ്ടോ ഉറുപ്പ്യന്റെ കാര്യമില്ലേ, അതൊക്കെ ഇപ്പൊ എത്താ പോയി പറയാനുള്ളത് എന്നൊക്കെ ചിലരൊക്കെ ചിന്തിക്കും. ഈ ഒന്നും രണ്ടും മൂന്നും അഞ്ചും പത്തും ഒക്കെ ചേർന്നിട്ടാണ് ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒക്കെ ആയി മാറുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കുറക്കുക. ചിലര് ഡെയിലി എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കണവരുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ചുരുക്കിയാൽ തന്നെ നല്ല രീതിക്ക് നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കണവരാണെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ അങ്ങനെ കഴിക്കണം എന്നുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഡെയിലി ഒരാഴ്ചയിൽ ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പുറത്തുനിന്ന് കഴിക്കണവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമാക്കിയിട്ട് അത് ചുരുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല രീതിക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. പിന്നെ ഞാൻ ഡെയിലി ചെയ്യാത്തതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ദിവസവും ചെലവായ പണം എഴുതി വെക്കുക. നമുക്ക് എഴുതി വെക്കാം, ഈ ഒരു ദിവസം എനിക്ക് ഇത്ര പൈസകൾ ചെലവായി എന്നുള്ളൊരു കാര്യം ഒരു ലിസ്റ്റ് ആക്കിയിട്ട് എഴുതി വെക്കുന്നത് നല്ലതേക്കാരം. കാരണം അത് നമുക്ക് തന്നെ ഒരു തോന്നല, ഇന്ന് ഇത്രയും പൈസ ചെലവായോ, നാളെ എന്നാല് ഇതിൽ കുറച്ച് ചെലവാക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനല്ല പ്ലാൻ ചെയ്ത് കൊണ്ടിറക്കണത്. അതുകൊണ്ട് പുറത്തുനിന്ന് സാധനം വാങ്ങലൊക്കെ കുഞ്ഞുട്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാന് ഈ ഒരു കാര്യം ഞാൻ ചെയ്യലില്ല കേട്ടോ. എല്ലാ ദിവസത്തെ എക്സ്പെൻസും എത്ര ആയി എന്നൊക്കെ എഴുതി വെക്കലില്ല. പക്ഷെ എനിക്ക് പറ്റുകയാണെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണോലാണെങ്കിൽ ഒരു ദിവസം എനിക്ക് ഇത്ര പണം ചെലവായി, ഇന്ന രീതിയിലൊക്കെ പൈസകൾ പോയി എന്നുള്ളതും ഒക്കെ ഒന്ന് എഴുതി വെക്കുന്നത് വളരെ നല്ലതേ. കാരണം അതുപോലെ തന്നെ ദിവസവും വരുന്ന പൈസകളും കാര്യങ്ങളൊക്കെ അതും നമ്മൾ എഴുതി വെക്കുക. ഇത് നമുക്ക് സ്വന്തം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇത് സ്വന്തം നമ്മൾ തന്നെ എഴുതി വെച്ചുകൊണ്ട് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് തന്നെ ഇതിപ്പോ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാൻ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും. ചിലതൊക്കെ ഞാൻ വീണ്ടും പറ്റുന്നതൊക്കെ വേറെ രീതിയിലൊക്കെ ഞാൻ പല രീതിയിലും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരാഴ്ചക്കുള്ളതൊക്കെ മീൽ പ്രിപ്പ് ചെയ്യുക, മീൽ പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യുക. സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരാഴ്ചക്കുള്ള സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എഴുതി വെച്ചിട്ട് പോവാൻ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഓഫർ കാര്യങ്ങളിലൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാതും മൂക്കും കുത്തി വീഴാതിരിക്കുക. ആവശ്യമാണെങ്കിൽ വാങ്ങുക. അപ്പൊ ഇനി നമുക്ക് ആ ഒരു സമയത്ത് വാങ്ങിച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ നമുക്ക് എഴുതി വെച്ച മീൽ പ്ലാനിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ കുറച്ചിട്ട് ആ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലാസ്റ്റത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് കേട്ടോ. അത് ഞാൻ കുറച്ചൊക്കെ അത് നല്ല രീതിക്ക് ശ്രദ്ധിക്കലുണ്ട്. എന്താന്ന് വെച്ചെങ്കിൽ വരവിനനുസരിച്ചിട്ട് ചെലവാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചിലർക്കൊന്നും അത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് നമ്മളെ ഒരു മാസം നമ്മളെ ഇതിന് എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ചെലവാക്കാൻ പഠിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ
ഒരു വീട്ടില് ഒരാളെ സമ്പാദിച്ചു കൊണ്ടുവരാനുള്ളൂ എന്ന് വിചാരിക്കാം. ഒരു മാസം ഒരു 10,000 ആണ് ആൾക്ക് കിട്ടണത് എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുമ്പോ ചിലപ്പോ ഈ വീട്ടിലുള്ളോര് 10,000 കൊണ്ട് ജീവിക്കാൻ പറ്റണ പോലെ ആവില്ല. ചിലപ്പോൾ ഓൽക്ക് 10,000 ഒന്നും തികയില്ല. ഓല് കുറച്ച് ലാവിശേക്കാരം, കുറച്ച് അധികം ഫുഡിലും ഡ്രസ്സിലും ഒക്കെ കുറച്ചധികം സ്പെൻഡ് ചെയ്യണോലേക്കാരം. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ ആവുക, നമ്മൾ ഈ 10,000 തികയാതെ വേറെ എവിടുന്നേലും കടം വാങ്ങേണ്ടി വരും. അടുത്ത മാസം നമുക്ക് കൊടുക്കാൻ പറ്റുണ്ടോ? ഇല്ല. കാരണം 10,000 നമുക്ക് ചെലവിന് തന്നെ തികയണില്ല. പിന്നെ ഇതെവിടെ കടത്തേക്ക് മാറ്റി വെക്കാനുള്ളത്? പിന്നെ അങ്ങനെ കടത്തിന്മേൽ കടം, കടത്തേക്ക് കൂപ്പ് കുത്തണ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ല്ലേ? നമ്മളെ നമ്മൾക്ക് ചുറ്റുമുള്ളവരിൽ തന്നെ നമുക്ക് കുറേ ആയിട്ട് അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, എത്രയാണോ നമ്മളെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമ്മളെ ഉപ്പാക്ക് എത്രയാണോ കിട്ടുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പഠിക്കുക. അതിപ്പോ നമ്മൾ നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് ഏതാണോ കംഫേർട്ട് അതിനനുസരിച്ച് ജീവിക്കുക. നമ്മൾ കുറെ ലാവിഷായി ജീവിച്ച് നാലാളെ കാണിച്ച് എന്തിനാ അത്രയും റിസ്ക് എടുക്കണേ? നമുക്ക് ഉള്ളത് കൊണ്ട് സന്തോഷായിട്ട് മനസ്സമാധാനത്തിൽ ജീവിച്ചൂടെ? എന്തിനാ ഒരുപാട് വെറുതെ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യണത്? അപ്പൊ കടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ് നമ്മൾ വരവിനനുസരിച്ചിട്ട് ചെലവാക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് അധികമായിട്ട് ചെലവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ വരവ് കുറച്ച് കൂട്ടാൻ നോക്കുക. ഒരു വരവിന് വീണ്ടും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തിട്ട്, പാർട്ട് ടൈം ജോലി ചെയ്തിട്ടോ എങ്ങനെ ശമ്പളം കൂട്ടാം എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചെലവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോ ഇന്ന പോലെ ജോലിക്കൊന്നും പോവാത്ത വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും കുഴപ്പമില്ല. ഹസ്ബൻഡ്സ് കൊണ്ടുവരുന്നത് കൊണ്ട് ജീവിക്കണോലാണെങ്കിലും കുഴപ്പമില്ല. എന്താന്ന് വെച്ചെങ്കിൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് സെറ്റ് ആക്കുമ്പോൾ ഓൽക്കും തന്നെ കുറച്ച് സേവിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ കിട്ടുന്ന സേവിങ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഈ ഒരു ഇത് വെച്ച് കുറേ വീഡിയോ ഉണ്ടാക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നല്ല. എന്താന്ന് വെച്ചാല് എടുത്ത ക്ലിപ്സൊക്കെ, ഈ വീഡിയോക്കായിട്ട് ആയിട്ട് എടുത്ത ക്ലിപ്സൊക്കെ തീർന്നു പോയി. പിന്നെ ഉള്ളതന്നെ ഞാൻ തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ, പിന്നെ ഹൈപ്പും. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.